ക്ലിയർ ആവുന്നില്ലല്ലോ. Good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay. Good afternoon. Start ചെയ്യാം നമുക്ക്. Yes. Yes. Start ചെയ്തോ. Prayer അർജുന. മാം ഞാനാ. Yeah. Okay. तुमने तुमको अल्लाह तुमको ईशो बुद्ध एक हो, तुम की शंकर तुम की विष्णु राम कृष्ण हो तुम ही, तुम की शंकर तुम की विष्णु राम कृष्ण हो तुम ही, सृष्टिकर्ता ईशो प्यारे एक हो तुम एक हो, एक हो तुम एक हो, एक हो तुम एक हो. Yeah. Okay. Then count of 3 and Question start. Okay. When I do good, I feel good. When I do bad, I feel bad. And that's my religion. Abraham Lincoln. Yeah. Okay. Then signing. ട്രെയിനിങ് ഞാനാണ്. എനിക്കിത് വീഡിയോ ഓണം. ഞാൻ ആക്ഷൻ സോങ് പോയി. Okay. ആക്ഷൻ സോങ് വീഡിയോ ഒന്ന് ഓണാക്കാൻ വരട്ടെ. പറ്റുന്നില്ല, വീഡിയോ ഓണാക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ ഞാനൊരു ഇത് പറയാം. ഒരു ലക്ഷ്യം എന്താ വെച്ചാല് ആക്ഷൻ സോങ് പറയാതിരുന്നാണ്, പക്ഷെ അത് പറ്റണില്ല. നമ്മുടെ ലക്ഷ്യം പറയാം, ഒരു കഥ പറയാം, ചെറുതായിട്ട് ചുറ്റി പറയാം. പെൻസിലിന്റെ ലക്ഷ്യം പറയാം. ഒരു പെൻസിൽ എന്ന് വെച്ചാൽ എഴുതുക എന്ന ലക്ഷ്യമാണല്ലോ. എന്തും എഴുതാം, നല്ലതും എഴുതാം, ചീത്തയും എഴുതാം. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് എഴുതണം എന്ന് നമുക്ക് തീരുമാനിക്കാം. നല്ലത് മാത്രം എഴുതല്ല എന്നതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ളത്. അതുപോലെ തന്നെ പെൻസിലിന്റെ മറ്റൊരു പ്രത്യേകതയുണ്ട്. എഴുതുന്ന സമയത്ത് തെറ്റ് വന്നാൽ അത് മായ്ക്കാൻ പറ്റും, ഇല്ലേ? മായ്ച്ചിടാം. ആ തെറ്റ് പിന്നെ എഴുതാതെ വീണ്ടും നല്ല രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയാണ്. ജീവിതം മുന്നോട്ട് പോകുമ്പോൾ തെറ്റുകൾ സംഭവിക്കാം, അത് സ്വാഭാവികമാണ്. വീഴുക സ്വാഭാവികമാണ്. തെറ്റുകൾ തിരുത്താതിരിക്കുകയും വീണെടുത്തുനിന്ന് എഴുതിയേക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ തെറ്റ്. പിന്നെ പെൻസിലിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പുറം ഭാഗം സോഫ്റ്റും ഉൾഭാഗം കഠിനവുമാണ്. നമ്മളും അതുപോലെയാകണം. മറ്റുള്ളവരോടുള്ള പെരുമാറ്റം ലളിതമായിരിക്കണം, ജീവിതശൈലി ഒക്കെ ലളിതമായിരിക്കണം. ഉള്ളിൽ ഉറച്ച ആത്മവിശ്വാസവും ഇച്ഛാശക്തിയും ലക്ഷ്യബോധവും ഹാർഡായിട്ട് നിറച്ചു വെക്കണം. പെൻസിലിന് നമുക്ക് മൂർച്ച കൂട്ടാൻ നമ്മൾ ഷാർപ്പനർ ഉപയോഗിച്ചിട്ട് മിനുക്കിയെടുക്കും. അപ്പൊ പല ഭാഗങ്ങളും അടർന്നു പോകും.
അല്ലാതെ അതിനെ മൂർച്ച കൂട്ടാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളിലേക്ക് ഓരോരുത്തരും കൂടുതൽ ഷാർപ്പായിട്ട് പ്രവേശിക്കുമ്പോൾ നമ്മളെ നമ്മളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ നമുക്ക് പലതിനെയും ഒഴിവാക്കേണ്ടി വരും. അരുതാത്ത കാര്യങ്ങൾക്ക് നമ്മൾ നോ പറയാൻ കഴിയണം. അപ്പൊ ഒരു ജീവനില്ലാത്ത പെൻസിലിന് പോലും നമ്മുടെ മുന്നിൽ മാതൃകയാകാൻ കഴിയുമെങ്കിൽ ജീവനുള്ള നമുക്ക് മറ്റുള്ളവരെ എങ്ങനെ മാതൃകയാക്കാം എന്ന് ഓർത്തിട്ട് നാം മുന്നോട്ട് പോകണം. ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് യൂണിറ്റ് 2 അല്ലേ, നൗൺ ആൻഡ് പ്രോണൗൺ, ഇത് രണ്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നോ? ഒന്നും വന്നില്ലല്ലോ. മോക്ക് ടെസ്റ്റ് വന്നില്ല. മിസ്സിന്റെ നോട്ട്സും കൊടുക്കാന്നല്ലേ പറഞ്ഞേ, അതൊന്നും കണ്ടില്ല. എന്തോ നോട്ട്സ് ഇട്ടേക്കാന്ന് പറഞ്ഞായിരുന്നല്ലോ, അതും വന്നില്ലല്ലോ. മോക്ക് ടെസ്റ്റ് ഞാൻ തരുമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതും പറഞ്ഞിരുന്നു, പക്ഷെ വന്നില്ലല്ലോ. വന്നില്ല. ഓക്കെ, ഞാൻ പറയാം. അപ്പോ മേ ബി നാളെ വരും കേട്ടോ. നാളെ യൂണിറ്റ് 2 മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ചിലപ്പോ അവർക്കും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോ അതിൽ മറന്നു പോയിട്ടുണ്ടാകാം. അപ്പൊ നാളെ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഓക്കെ, അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോ യൂണിറ്റ് 2 കംപ്ലീറ്റ് ആയി. അതിനുശേഷം ഇന്നാണ് യൂണിറ്റ് 3 ആണ്. യൂണിറ്റ് 3യിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ? കുറച്ച് പറഞ്ഞായിരുന്നു, കുറച്ച് പറഞ്ഞു. നമ്മള് ആക്ഷൻ വെർബ്, സ്റ്റേറ്റ് വെർബ്, ഇറഗുലർ വെർബ്, ട്രാൻസിറ്റീവ് വെർബ് ഇല്ലേ, അതൊക്കെ പറഞ്ഞു തന്നു. അതെല്ലാം പറഞ്ഞു. ഓക്കെ, അപ്പോ വെർബിൽ തന്നെ റെഗുലർ ആൻഡ് ഇറഗുലർ വെർബ്. ഈ നോട്ട് ഞാൻ തന്നിരുന്നോ? വെർബ് സിസ്റ്റം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, മിസ് അത് കൊടുത്തേക്കാന്നായിരുന്നു പറഞ്ഞത്. ഈ നോട്ടിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ നോട്ട് എഴുതിയെടുത്തല്ലേ? ഞാൻ പറഞ്ഞിട്ട് എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നോ? V2 V3 ഫോമില്ലേ കുറെ വേർഡ്സിന്റെ, അത് പറഞ്ഞു തന്നു. അത് എഴുതിയായിരുന്നു പകുതി വരെ. കണ്ടിന്യൂ ചെയ്യാം നമുക്കത്. ഒരുപാട് കുറച്ച് കൂടുതലുണ്ട്. ഇനിയിപ്പോ മോക്ക് ടെസ്റ്റ് മാത്രമേ വരാനുള്ളൂ. നൗണിന്റെ എല്ലാത്തിന്റെ നോട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഞാൻ പറഞ്ഞൊക്കെ നിങ്ങൾ എഴുതിയെടുത്തിട്ടില്ലേ? അത് ഓക്കെ. ഇത് പഠിപ്പിച്ചപ്പോഴാ കുറച്ച് നോട്ട്സ് അയച്ചേക്കാന്ന് പറഞ്ഞത്, ക്ലാസ് റൂമിൽ ഇട്ടേക്കാന്ന് പറഞ്ഞത്. വെർബ് അല്ലേ? വെർബിന്റെ ഈ നോട്ടിന്റെ ആവശ്യമുണ്ടോ? ആക്ഷൻ വേർബ് എന്താണെന്ന് പറഞ്ഞു, ട്രാൻസിറ്റീവ് എന്താണെന്നൊക്കെ പറഞ്ഞല്ലോ. അത് ഈ നോട്ട് ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നണില്ല. ജസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ ടെക്സ്റ്റിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മതിയാകും കേട്ടോ. അതിൽ അത്രയും കാര്യമായിട്ടൊന്നുമില്ല. ഇതിൽ പഠിക്കേണ്ടത് ശരിക്കും ഈ V1 V2 V3 ഫോം ആണ് ഇമ്പോർട്ടന്റ്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. അത് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുന്നില്ലേ? അതിപ്പോ നമ്മൾ എവിടെ വരെ എത്തി എന്ന് പറയാമോ? ഡൗട്ടഡ് ഡിയുടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം എന്നാല്. ഓക്കെ, നോട്ട് എടുത്തോട്ടോ. ജസ്റ്റ് വെയിറ്റ് സെക്കൻഡ്.
എഴുതിക്കോളൂ. മൂന്നെണ്ണം എഴുതണം കേട്ടോ. 3 ഫോംസ് എഴുതണം, മറക്കരുത്. എൻ മീൻസ് സമ്പാദിക്കുക, നമ്മൾ എൻ ചെയ്യുക എന്ന് പറയില്ലേ, സമ്പാദിക്കുക. Elected means തിരഞ്ഞെടുക്കുക. election എന്ന് പറയില്ല, election അതാണ് elect, തിരഞ്ഞെടുക്കുക. Enclosed means പൊതിഞ്ഞു വെക്കുക. പൊതിഞ്ഞു വെക്കുക എന്നാ പറയാ. enclosed പൊതിഞ്ഞു വെക്കുക. encouraged പ്രോത്സാഹിപ്പിക്കുക. enlarged means വലുതാക്കുക, enlarge ചെയ്യുക. entertain ചെയ്യുക. ഓക്കെ, entertained. enter പ്രവേശിക്കുക. entertain ചെയ്യുക എന്ന് പറയില്ലേ, അതാണ്. examine means പരിശോധിക്കുക. examine ചെയ്യുക, പരിശോധിക്കുക. excuse ചെയ്യുക മീൻസ് മാപ്പ് കൊടുക്കുക എന്നൊക്കെ വേണ്ടി പറയും. expand expired expand വികസിപ്പിക്കുക തന്നെയാണ്. വികസിപ്പിക്കുക, expand. then explain ചെയ്യുക, വിശദീകരിക്കുക. expressed extend ചെയ്യുക, വലിച്ചു നീട്ടുക. finished folded ചെയ്യുക, മടക്കുക. followed forgotten. ഇത് റെഗുലർ വേർബ് അല്ല, ഇത് റെഗുലർ വേർബ് ആണ്. പക്ഷെ എന്നാൽ ഇതിന്റെ കൂടുതൽ എഴുതിക്കോട്ടോ, ചിലപ്പോ ഞാൻ ഇറഗുലർ പറയാൻ ചിലപ്പോൾ മറന്നു. ഓക്കെ, forgotten.
Forgive, forgive, forgive on. Forgive, forgive, forgive on. Forget മറക്കുക, forgive എന്താണ് മാപ്പ് കൊടുക്കുക. Form, formed. Form means രൂപപ്പെടുക. Forward, forwarder. Forward വരാം, മുന്നോട്ട് വരിക. Gathered, gathered. Gathered means വിളിച്ചു കൂട്ടുക. Guessed, guessed. Happen, happened. Happen, happened. Haste, hated. Help, helped. Hold, holded. Hope, hoped. Hope പ്രതീക്ഷിക്കുകയാണ്, പ്രതീക്ഷിക്കുക. ഹോൾഡ് പേടിക്കുക, ഹേറ്റ് കേൾക്കുക, ഹാപ്പൻ സംഭവിക്കുക എന്നൊക്കെയാണ്. കുറച്ചൊക്കെ അറിയാലോ. എന്തെങ്കിലും കിട്ടാത്ത മീനിങ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. Hunt, hunted. Identify, identified. Imagine, imagined. Import, imported. Improve, improved. Increase, increased. Inform, informed. Inspect, inspector. Interfered, interfered. Invite, inviter. Jam, jammed. Keep, kept. Keep, kept, kept. Kill, killed. Knocked, knocked. No, new, no. Laugh, laughter, laughter. Lift, lifted. Like, liked. Live, lived. Loud, louder. Look, looked. Make, made, made. Manage, managed.
manufactured, manufactured. Misused, misused. Move, moved. Multiply, multiplied. Need, needed. Obey, obeyed. Observe, observed. Occurred, occurred. Opened, opened. Ordered, ordered. Organized, organized. Overcome, overcame, overcome. Packed, packed. Pardoned, pardoned. Pardoned, pardoned. Participate, participated. Path, passed. Vomit, vomited. Pick, picked. Plan, planned. Postponed, postponed. Practice, practiced. Okay. ഇത് കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ കുറച്ച് നമുക്ക് അത് പ്രാക്ടീസ് ചെയ്യണോ? കുറച്ചുകൂടെ ഉള്ളൂ. കണ്ടിന്യൂ ചെയ്താലും ഇന്നത്തോടുകൂടി നമുക്ക് വേറെ ബോക്സ് ആണ്. അതിനുശേഷം ഇറഗുലർ വേർബിലേക്ക് പോവാം. പറയൂ. കറക്റ്റ് അല്ലല്ലോ മിസ്സേ. പ്രാക്ടീസ്, യാ മിസ്റ്റേക്ക് ഉണ്ട്. പ്രാക്ടീസ് ഈസ് എ CED ആണ് കേട്ടോ. പ്രാക്ടീസ്, പ്രാക്ടീസ്ഡ്. CED. ആദ്യം എഴുതിയാലും PRCTICE എന്നല്ലായിരുന്നോ? പെട്ടെന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഉള്ള മിസ്റ്റേക്ക് ആണ്. പ്രാക്ടീസ്, യാ പ്രാക്ടീസ്, പ്രാക്ടീസ്ഡ്. ഓക്കെ. എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണോ അതോ കണ്ടിന്യൂ ചെയ്യണോ? പറയൂ. പോരടിക്കുന്നുണ്ടോ? ഇനി കുറച്ചുകൂടെ ഏതാ? കൊറേ എഴുതി കഴിയുമ്പോ പോരടിക്കോ? എന്തായാലും എപ്പോഴാണെങ്കിലും എഴുതണമല്ലോ. അതിനെയാണ് എപ്പോഴായാലും എഴുതണം. ഇതെല്ലാം നമുക്ക് ടെൻസ് പഠിക്കുമ്പോൾ ആവശ്യം വരും കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് എനിക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞാലും നേരിട്ട് ടെൻസ് പഠിക്കുന്ന ടൈമില് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും വേണം. അപ്പൊ കണ്ടിന്യൂ ചെയ്യാനുണ്ട്. എന്ന് തീർത്താൽ അത്രയും നല്ലത്. പ്രിഫേർഡ്, പ്രിഫേർഡ്.
Prepared. Prohibited. Promised. Pulled. Punished. Purchased. Pushed. Carol means വഴക്കിടുക എന്നാട്ടോ. വഴക്കുണ്ടാക്കുക. Carol. Reduced. Referred. Refunded. Refused. Registered. Regretted. Rejected. Released. Remained. Reminded. Removed. Renewed. Repaired. Repeated. Requested. Recurred. Resigned. Revealed. Rise. Ruined. Ruin means അതപ്പതിക്കുക എന്ന് മീൻ കേട്ടോ. Ruin അതപ്പതിക്കുക. ഏതെങ്കിലും വേർഡിന്റെ മീനിങ് അറിയില്ലെങ്കിൽ ചോദിക്കണം. അത് ലാസ്റ്റ് ചോദിക്കുക, ഞാൻ പറയാം. Saved. Selected. Shared. Shifted. Short.
Shut, shut, shut. Same. Start, started. Stop, stopped, stopped. Study, studied. Succeed, succeeded. Suffer, suffered. Suggest, suggested. Supply, supplied. Surrender, surrendered. Survive, survived. Sword, sword. Turn, turned. Understand, understood, understood. Urge, urged. Use, used. Visit, visited. Wait, waited. Wake, waked. Walk, walked. Want, warned. Watch, watched. Watch, watched. Wish, wished. Wondered, wondered. Work, worked. Worried, worried. Okay. Regular verb completed. മാം ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞുതരോ? ഒക്കർ, ഒക്കർ, പിന്നെ ഒക്യോർ എന്താ? സംഭവിക്കുക എന്ന് പറയും. ക്യോർ, സംഭവിക്കുക. നോക്കോ, നോക്ക്, നോക്ക് മുട്ടുക, നോക്ക് ചെയ്യുക. അർജ് എന്താ? അർജ്, അർജ് പ്രേരിപ്പിക്കുക എന്നാണ് കേട്ടോ. അർജ് പ്രേരിപ്പിക്കുക. വറി എന്താണ്? ടെൻഷൻ അടിക്കുക. ഡോണ്ട് വറി പറയില്ലേ അത്. വോക്ക്, വോക്ക് ചെയ്യുക. വണ്ടർ, വണ്ടർ എന്താണ്? അത്ഭുതപ്പെടുക, വിസ്മയപ്പെടുക എന്നൊക്കെ പറയില്ലേ, വണ്ടർ. വിഷ് എന്താണ്? അഭിലാഷം, ആഗ്രഹം എന്നൊക്കെ പറയില്ലേ. വാച്ച്, കാണുക. വാഷ്, വാഷ് ചെയ്യുക. വാൺ ചെയ്യുക, അല്ലെ, താക്കീത് വെക്കുക, വാൺ ചെയ്യുക. വാക്ക്, നടക്കുക. വീക്ക്, എഴുന്നേൽക്കുക. ഉണരുക എന്നാണ്. വീക്ക്, ഉണരുക. വീറ്റ്, കാത്തിൽക്കുക.
വിസിറ്റ് അറിയാം, യൂസ് അറിയാം, ആയിട്ട് പ്രേരിപ്പിക്കുക, അണ്ടർസ്റ്റാൻഡ് അറിയാം, ടേൺ ഓൺ. ടേൺ മീൻസ് തിരിയുക, സ്ക്വയർ, ഐ സ്ക്വയർ എന്ന് പറയാം, സത്യം. തൊണ്ടയെ പിടിച്ചിട്ട് ഐ സ്ക്വയർ, സത്യം എന്നൊക്കെ പറയില്ലേ, ആ ഒരു മീനിങ്ങിലാണ് സ്ക്വയർ വരിക. സത്യം ചെയ്യുക എന്നൊരു മീനിങ് ആണ് സ്ക്വയർ. സർവൈവ് എന്താണ്? അത് അതിജീവിക്കുക, സർവൈവ് ചെയ്യുക, അതിജീവിക്കുക. സറണ്ടർ കീഴടങ്ങുക, സപ്ലൈ ചെയ്യുക അല്ലെ വിതരണം ചെയ്യുക, സജസ്റ്റ് ചെയ്യുക നിർദ്ദേശിക്കുക. സഫർ മീൻസ് സഫർ ചെയ്യുക, അത് എന്താണ്? ത്യാഗം ചെയ്യുക എന്നൊക്കെ പറയും. സഫർ ചെയ്യണം, അത് സഫർ ചെയ്തു എന്നൊക്കെ പറയില്ലേ, ആ ഒരു മീനിങ്. സക്സീഡ് വിജയിക്കുക, സ്റ്റഡി പഠിക്കുക, സ്റ്റോപ്പ് നിർത്തുക, സ്റ്റാർട്ട് തുടങ്ങുക, ഷട്ട് അടയ്ക്കുക, ഷൂട്ട് ചെയ്യുക അല്ലെ, ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഷൂട്ട്. ഷിഫ്റ്റ് ചെയ്യുക, സ്ഥലം മാറുക എന്നൊക്കെ പറയില്ല, ആ ഷിഫ്റ്റ് ആണ്. ഷെയർ എന്താ? ഷെയർ ചെയ്യുക എന്ന് പറയുക, അത് സെലക്ട് ചെയ്യുക. സേവ്. റൂയിൻ മീൻസ് അധപ്പതിക്കുക എന്നാണ് കേട്ടോ, റൂയിൻ അധപ്പതിക്കുക. റൈസ് ഉദിക്കുക, സൂര്യ ഉദിക്കുന്ന അറിയില്ല, അത് ഉദിക്കുക. റിവീൽ ചെയ്യുക, സത്യം വെളിപ്പെടുത്തുക, റിവീൽ ചെയ്യുക എന്ന് പറയുന്നത്. റിസൈൻ രാജിവെക്കുക. ദെൻ റെക്യൂർ ആവശ്യമാക്കുക, റെക്യൂർ ആണ് അതല്ലേ, അത് ആവശ്യമാണെന്നൊക്കെ പറയില്ലേ. റിക്വസ്റ്റ് അറിയാം, റിപ്പീറ്റ് റിപ്പയർ അറിയാം, റിന്യൂ പുതുക്കുക, റിമൂവ് ചെയ്യുക, കളയുക. റിമൈൻഡ് ഓർമ്മപ്പെടുത്തുക, റിമെയിൻ അവശേഷിക്കുക, റിമെയിൻ ചെയ്യുക, അവശേഷിക്കുന്ന. റിലീസ് ചെയ്യുക, റിജക്ട് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. റിഫ്യൂസ് അറിയാലോ, റിഫ്യൂസ് മീൻസ് നിഷേധിക്കുക, റിഫ്യൂസ് ചെയ്യുക, നിഷേധിക്കുക. റീഫണ്ട് ചെയ്യുക, റെഫർ ചെയ്യുക, നമ്മളിവിടെ റെഫർ ചെയ്യുക. റെഫ്യൂസ് കുറയ്ക്കുക, കരൽ വഴക്കിടുക. പുഷ് അറിയാം, പർച്ചേസ്, പണിഷ്, പുൾ, പ്രോമിസ്. പ്രൊഹിബിറ്റ് എന്താ? പ്രൊഹിബിറ്റ് നിരോധിക്കുക എന്നാണ് കേട്ടോ, പ്രൊഹിബിറ്റ് നിരോധിക്കുക. പ്രിപ്പയർ തയ്യാറാകുക. പ്രിഫർ തെരഞ്ഞെടുക്കുക, പ്രിഫർ മീൻസ് തെരഞ്ഞെടുക്കുക. പ്രാക്ടീസ് അറിയാം. പോസ്റ്റ്പോണ്ട് നീട്ടിവെക്കുക, പോസ്റ്റ്പോണ്ട് ചെയ്യുക, നീട്ടിവെക്കുക അല്ലെങ്കിൽ മാറ്റിവെക്കുക. പ്ലാൻ അറിയാം. പിക്ക് എടുക്കുക, പിക്ക് പെറുക്കുക എന്ന് പറയും, പിക്ക് ചെയ്യുക, പെറുക്കുക. പെർമിറ്റ് കൊടുക്കുക, സമ്മതിക്കുക. പാസ്ഡ് പാർട്ടിസിപ്പേറ്റ് പങ്കെടുക്കുക. പാർഡൻ മാപ്പ് കൊടുക്കുക, പാർഡൻ മീൻസ് മാപ്പ് കൊടുക്കുക. പാക്ക് ചെയ്യുക. ഓവർകം അതിനകത്ത് തരണം ചെയ്യുക, ഓവർകം ചെയ്യുക, തരണം ചെയ്യുക. ഓർഗനൈസ് അത് സംഘടിപ്പിക്കുന്നതാണ്, ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക. ഓർഡർ, അപ്പോൺ, ഒക്യൂർ എന്താണ് പറഞ്ഞു? സംഭവിക്കുക എന്നാണ്, ഒക്യൂർ. ഒബ്സർവ് ചെയ്യുക, ഒബേ അനുസരിക്കുക. നീഡ് ആവശ്യം. മൾട്ടിപ്ലൈ ചെയ്യുക, വർദ്ധിപ്പിക്കുക. മൂവ് ചെയ്യുക, അറിയാലോ, മൂവ് ചെയ്യുക. മിസ്യൂസ് ദുരുപയോഗം ചെയ്യുക. മാനുഫാക്ചർ ഉൽപ്പാദിപ്പിക്കുന്നതാണ്, മാനുഫാക്ചർ ഉൽപ്പാദിപ്പിക്കുക. മാനേജ് ചെയ്യുക, മേക്ക് ഉണ്ടാക്കുക. ലുക്ക്, ലവ്, ലിവ്, ലൈക്ക്. ലിഫ്റ്റ് ചെയ്യുക, ഉയർത്തുക. ലവ് ചിരിക്കുക. നോക്ക്, കിൽ, കീപ്, ജംപ്, ഇൻവൈറ്റ്. ഇന്റർഫിയർ തലയിടുക, കൈയെടുത്തുക. ഓക്കെ, കൈയെടുത്തുകയാണ് ഇന്റർഫിയർ. ഇൻസ്പെക്ട് ചെയ്യുക, ഇൻസ്പെക്ട് മീൻസ് പരിശോധിക്കുക. ഇൻഫോം ചെയ്യുക. ഇൻക്രീസ്, ഇംപ്രൂവ്, ഇമ്പോർട്ട് ഇറക്കുമതി. ഇമാജിൻ സങ്കല്പികം. ഐഡന്റിഫൈ തിരിച്ചറിയുക. ഹണ്ട് വേട്ടയാടുക. ഹോപ്പ് പ്രതീക്ഷിക്കുക. ഹോൾഡ് മടക്കുക. ഹെൽപ്പ് സഹായിക്കുക. ഹേറ്റ് വെറുക്കുക. ഹാപ്പൻ സംഭവിക്കുക. ദസ് ഊഹിക്കുക. ഗ്യാദർ വിളിച്ചുകൂട്ടുക. ഫോർവേഡ് മുന്നോട്ട് വരിക. ഫോം രൂപപ്പെടുക. ഫോർഗീവ് മാപ്പൊടുക. ഫോർഗെറ്റ് മറക്കുക. ഫോളോ പിന്തുടരുക. ഫോൾഡ് മടക്കുക. ഫിനിഷ് അവസാനിക്കുക, കഴിഞ്ഞു എന്നൊക്കെ പറയും. എക്സ്റ്റെൻഡ് വികസിപ്പിക്കുക അല്ലെ, നീട്ടി വയ്ക്കുക. എക്സ്പ്രസ്, എക്സ്പ്ലെയിൻ, എക്സ്പാൻഡ്, എക്സ്ക്യൂസ്, എക്സാമിൻ, എൻജോയ്, എന്റർടൈൻ, എൻലാർജ്. എൻലാർജ് എന്താ പറഞ്ഞല്ലേ, വലുതാക്കുക, എൻലാർജ് ചെയ്യുക. എൻകറേജ്, എൻക്ലോസ് പൊതിഞ്ഞു വയ്ക്കുക. എലക്ട്, that's all. ഓക്കെ, അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും മീനിങ്ങോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും വേർഡ് പഠിക്കണം കേട്ടോ.
ഡെയിലി വായിച്ചു നോക്കാം. ഡെയിലി വായിച്ച് ഇത്രയും വെർബ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും, മറക്കില്ല. പിന്നെ വെർബ് ഉണ്ടെങ്കിൽ അറിയാതെ വൊക്കാബുലറി ഇമ്പോർട്ടന്റ് ആണ്. ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഗ്രാമർ ആണെങ്കിലും വൊക്കാബുലറി ആണെങ്കിലും ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കേണ്ടതാണ്. ഓക്കെ, ബോറടിച്ചോ ക്ലാസ്? ഇല്ല. ബോറിംഗ് ആയിരുന്നില്ല. ആണെങ്കിലും നിങ്ങൾ ഇല്ലെന്നല്ലേ പറയൂ, അല്ലേ? ഓക്കെ, അപ്പോ നോട്ട്സ് ആവശ്യമായതുകൊണ്ടാണ് കേട്ടോ. റെഗുലർ വേർബ് തീർന്നു. നെക്സ്റ്റ് ഇറഗുലർ വേർബ് ആണ്. റെഗുലർ വേർബ് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം, ക്ലാസ്സിൽ വേണ്ട. ഓക്കെ, പിന്നെ ഒരു കാര്യം, ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ, അപ്പൊ വേർബ് ഏകദേശം ഇതോട് കഴിഞ്ഞ വേർബിന്റെ ചാപ്റ്റർ കഴിഞ്ഞു. നമുക്ക് ഇതിന്റെ മോക്ക് ടെസ്റ്റ് ഞാൻ തരാം. മിസ് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഒബേയുടെ സ്പെല്ലിങ് OBEY എന്നല്ലേ ശരിക്കും? OBEY. നമ്മ ഇവിടെ എഴുതിയതിൽ തെറ്റായിരുന്നല്ലേ? തെറ്റാണ് കേട്ടോ. OBEY ആണ്, തെറ്റാണ്. OBEY, ഒബേ. അതേപോലെ എനിക്ക് മിസ്റ്റേക്ക് പറ്റും കേട്ടോ, ഒന്ന് കാണിച്ചാൽ മതി. അവർക്ക് മിസ്റ്റേക്ക് പറ്റാം അല്ലെ? ശ്രദ്ധിക്കുന്നുണ്ടപ്പോ വേഗം. ഓക്കെ, സോ അപ്പൊ നാളെ നൗണിന്റെയും മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. യൂണിറ്റ് 2 മോക്ക് ടെസ്റ്റ് നാളെ ഉണ്ടാകും. വെർബിന്റെ മോക്ക് ടെസ്റ്റ് ഇട്ടെ, വെർബിന് പ്രത്യേകിച്ചൊന്നുമില്ല. മോക്ക് ടെസ്റ്റ് പറയട്ടെ? അപ്പൊ 2 മോക്ക് ടെസ്റ്റ് ഒരുമിച്ച് ചെയ്യാം. അപ്പൊ 2 ചാപ്റ്റർ കഴിയുമല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ യൂണിറ്റ് 6 ആണ് കേട്ടോ. 4 ടെൻസ് ആണ്. യൂണിറ്റ് 3 വെർബ് ആണെങ്കിൽ 4 ടെൻസ് ആണ്. 5 ആർട്ടിക്കിൾ ആൻഡ് കോൺവേർഡ് ആണ്. ഇതൊക്കെ ടെൻസ് എടുത്തതിന് ശേഷം മാത്രം എടുക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് നമ്മൾ മൂവ് ചെയ്യാണ്, യൂണിറ്റ് 6 പോവാണ്. ഓക്കെ, അപ്പൊ ഇതിന് ബാലൻസ് നമ്മൾ പേജസിൽ കിടക്കണം, നമ്മള് വായിക്കേണ്ടതല്ലേ? ഈ എക്സാമ്പിൾസ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തേക്കണേ. വെർബിലാണോ? അതിപ്പോ നോക്കണ്ട കേട്ടോ, അത് ടെൻസ് പഠിച്ചാൽ മാത്രമേ മനസ്സിലാകൂ. ഓക്കെ, അത് ടെൻസ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞാലൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അത് വിട്ടേക്കും. നമുക്ക് ടെൻസ് പഠിച്ചതിന് ശേഷം ഒന്നുകൂടെ നമ്മൾ വെർബിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുതരാവേ. ഇനി നമ്മള് അഡ്ജക്റ്റീവ് ആണ് പഠിക്കുക. അഡ്ജക്റ്റീവ് യൂണിറ്റ് 6, 7 and 8 ഈ യൂണിറ്റ് ആണ് നമ്മൾ നോക്കാം. അതിനുശേഷമാണ് നമ്മൾ ടെൻസിലേക്ക് പോവാ കേട്ടോ. ഓക്കെ, സോ നമുക്ക് കാര്യം ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നമുക്ക് ടോപ്പിക് പ്രസന്റ് ചെയ്താലോ? അതിനുശേഷം നമുക്ക് ആ വേർബ് കൂടെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഒരു ടോപ്പിക് തന്നാൽ നിങ്ങൾ പ്രസന്റ് ചെയ്യോ? ഇംഗ്ലീഷിൽ പ്രസന്റ് ചെയ്യോ? അതിനൊരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒന്ന് കറക്റ്റ് ആയിട്ട് ചെയ്യൂ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുക. അതായത് നിങ്ങളുടെ ഹോബീസ് പറയണം. ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഫാമിലി ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. ഓക്കെ, ക്വാളിഫിക്കേഷൻ അങ്ങനത്തെ എന്തെങ്കിലും പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും പറയണ്ട. നിങ്ങളുടെ ഹോബീസ് പറയാം, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം എന്ന് പറയാം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും അല്ലെ? അപ്പൊ ആ ഒരു ഇതില് സെൽഫ് ഇൻട്രോ നോക്കിയിട്ട് വരാം. പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾ റെഫർ ചെയ്യുക. നിങ്ങൾ ഒരു നോട്ട്ബുക്കിൽ എടുത്തിട്ട് എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. എന്നോട് പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം ക്ലാസ്സിൽ വന്നിട്ട് നോക്കാതെ പറയണം. നോട്ട്ബുക്ക് എടുക്കാതെ നിങ്ങൾ പറയുന്ന പോലെ എന്നോട് പറയണം. മനസ്സിലായോ? അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പറ്റൂ. ഞാനിപ്പോ നോട്ട് എഴുതി വെക്കുക, അതിന്റെ ക്ലാസ്സിൽ വെച്ച് നോക്കി വായിക്കാം എന്നാണെങ്കിൽ വേണ്ട. എനിക്ക് അത് പ്രാക്ടീസ് ചെയ്ത് എന്നോട് അത് നോക്കാതെ കാണാതെ ഒരു സെൽഫ് ഇൻട്രോ നിങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യും, എപ്പോഴെങ്കിലും അത് ഫേസ് ചെയ്യുമ്പോൾ എങ്ങനെ ഫേസ് ചെയ്യും, നിങ്ങൾ എങ്ങനെ പറയും എന്നൊക്കെ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. തെറ്റാലും കുഴപ്പമില്ല കേട്ടോ. തെറ്റും മിസ്റ്റേക്സ് പറ്റാത്ത മനുഷ്യന്മാരില്ല. ഓക്കെ, ഇവൻ ആർക്കും പറ്റാം. അതുകൊണ്ട് തെറ്റിലൂടെ മാത്രമേ നമ്മൾ പഠിക്കൂ. കറക്റ്റ് ആയിട്ടൊരു സെൽഫ് ഇൻട്രോ നോക്കിയിട്ട് വരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ പറയാം. എങ്ങനെ പറയണം, ഇന്നത് പറയണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് ഫാമിലി ഡീറ്റെയിൽസോ പേഴ്സണൽ ഡീറ്റെയിൽസോ എന്ത് വേണമെങ്കിലും പറയാം. മാർക്ക് കൊടുത്ത് പറയാം. പിന്നെ ഹോബീസ് പറയാം, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം പറയാം.
ഓക്കെ, നിങ്ങളുടെ ലൈഫ് എങ്ങനെയൊക്കെയാണ്, എന്താണെങ്കിലും നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. ക്ലാസ്സിൽ പറയാൻ പറ്റുന്നതും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്നതായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓക്കെ, ഇംഗ്ലീഷിൽ പറയണം. അതിന് നിങ്ങൾ പ്ലാൻ ചെയ്യൂ, പ്രിപ്പയർ ചെയ്യൂ. എങ്ങനെയാണെങ്കിലും റെഫർ ചെയ്യാം, ഗൂഗിൾ വഴിയോ എങ്ങനെയാണെങ്കിലും റെഫർ ചെയ്യാം. പക്ഷെ നിങ്ങളുടെ കാര്യം ആയിരിക്കണം, നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുന്നതായിരിക്കണം കേട്ടോ. റെഫർ ചെയ്യാം, പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. മനസ്സിലായോ? നിങ്ങളുടെ ഓൺ വേർഡ്സ് ആയിരിക്കണം. എനിക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും അത് ഗൂഗിളിന്റെ ആണോ നിങ്ങളുടെയാണോ മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങളുടെ ഓൺ വേർഡ്സ് ആയിരിക്കണം. നമുക്ക് ആ ഒരു നമ്മുടെ ലാംഗ്വേജ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. റൈറ്റിംഗ് സ്കിൽ ഇംപ്രൂവ് ആകും, അതുപോലെ തന്നെ സ്പീക്കിംഗ് സ്കില്ലും ഇംപ്രൂവ് ആകും. രണ്ട് കാര്യമുണ്ട്. അതുകൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്, മറക്കരുത്. ക്ലാസ്സിൽ ഇന്നത്തെ ക്ലാസ്സിൽ ആരെങ്കിലും ഇല്ലാത്തവരുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഒന്ന് ഇൻഫോം ചെയ്യാം. വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഇൻഫോം ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവരോടും കൂടി പറയാം. ഓക്കെ, എപ്പോഴും നമ്മൾ ക്ലാസ്സിൽ എടുക്കാം, കുറച്ച് നമുക്ക് സംസാരിക്കണ്ടേ അല്ലെ? നമ്മൾ കുറച്ചുകൂടെ എന്താണ്, കുറച്ചുകൂടെ കണക്ഷൻ വേണം. നമ്മൾ ഇതുവരെയും കണക്ട് ആയിട്ടില്ല. കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം നമുക്ക്. നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ്, ബോണ്ടിങ് ആയോ? ക്ലാസ്സില് നിങ്ങളെ ഫ്രണ്ട്സ് തമ്മിൽ എങ്ങനെയാണ്? സമയമില്ല. ഓ, ബിസി ആണ് എല്ലാവരും അല്ലേ? ക്ലാസ്സിൽ വരുമ്പോ മാത്രം, ക്ലാസ്സിലും ആൾക്കാർ കുറവല്ലേ ഇപ്പൊ. അതെ. ഓക്കെ, നമുക്ക് ക്ലാസ്സിൽ അതിന്റെ സമയം കണ്ടെത്താം. ഓക്കെ, നമുക്ക് സംസാരിക്കാനാണെങ്കിലും ഫ്രണ്ട്ഷിപ്പിനാണെങ്കിലും ആ റിലേഷന് വേണ്ടി നമുക്ക് സമയം മാറ്റിയിരിക്കാൻ, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ടോപ്പിക് പ്രസന്റേഷൻ ആരും മറക്കണ്ട. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഈ മിസ് ഞാൻ ക്ലാസ്സിൽ ഉണ്ടായില്ല മിസ്, എനിക്ക് അറിയില്ലായിരുന്നു എന്നൊന്നും പറയണ്ട, പറയണം കേട്ടോ എല്ലാവരും. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മാറ്റം അറിയാൻ പറ്റും. ഓക്കെ, നമുക്ക് മാറണ്ടേ, ഇംഗ്ലീഷൊക്കെ പഠിക്കണ്ടേ, സംസാരിക്കണ്ടേ അല്ലെ? ഒരു കോൺഫറൻസിനൊക്കെ വരണ്ടേ? അതിന് ഇതെല്ലാം ചെയ്യണം. ഞാൻ പറയുന്ന പോലെ എല്ലാം ചെയ്താല് നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നിങ്ങൾ അത്യാവശ്യം മാറും. ഓക്കെ, ഏകദേശം ഇംഗ്ലീഷൊക്കെ പഠിക്കും, കുറച്ചെങ്കിലൊക്കെ അറിയാൻ പറ്റും. അത്യാവശ്യം ഒരു കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ആയിട്ടുണ്ടാകാം. അപ്പം അത്രയും മാറ്റങ്ങൾ വരണമെങ്കിൽ പറയുന്ന പോലെ കേൾക്കണം അല്ലേ? അപ്പൊ എന്താണ്, പ്രസന്റേഷൻ എല്ലാം റെഡി ആയിട്ട് വരാം. പേടി ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാകും, ഇതൊക്കെ മാറ്റി വെക്കാം. ഞാൻ നിങ്ങളൊന്നും പറയില്ല, തെറ്റിയാലും ഞാൻ നിങ്ങളൊന്നും പറയില്ല. തെറ്റാണ് കേട്ടോ, അതിങ്ങനെയല്ല അതങ്ങനെയാണ് എന്നൊന്നും ഞാൻ പറയില്ല. എനിക്ക് നിങ്ങൾ പറയുന്നത് സംസാരിക്കാൻ കേട്ടാൽ മാത്രം മതി. അതിൽ തെറ്റുണ്ടോ എന്നൊന്നും ഞാൻ നോക്കുന്നില്ല. തെറ്റുണ്ടാകും, പക്ഷെ അതൊക്കെ ഞാൻ കറക്റ്റ് ചെയ്യില്ല. നിങ്ങൾ ഇതെല്ലാം പഠിച്ചതിന് ശേഷം നിങ്ങൾ തന്നെ സ്വയം കറക്റ്റ് ചെയ്യും. ആ നോട്ട്സ് ഒക്കെ എടുത്ത് വെക്കാം. നിങ്ങൾ ഇപ്പൊ എഴുതുന്ന, ഇനിയിപ്പോ നാളെ എഴുതാൻ പോകുന്ന സെൽഫ് ഇൻട്രൊഡക്ഷൻ, നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതാൻ പോകുന്ന ആ നോട്ടൊക്കെ എടുത്ത് വെക്കുക. നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതിനു വേണ്ടിയാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ചേഞ്ചസ് നിങ്ങൾക്ക് അതിന് ഫീൽ ചെയ്യണ്ടേ? അപ്പോ പ്രിപ്പയർ ആയിട്ട് വരാം, നന്നായിട്ട് പ്രിപ്പയർ ആകാം. പ്രാക്ടീസ് ചെയ്യണം, മസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യൂസ് ചെയ്യുക. ആ ടോണൊക്കെ വരുത്താൻ നോക്കുക. അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ, അല്ലാതെ കിട്ടില്ല. ചെയ്ത് നോക്കുന്നുണ്ട്. ചില പുറത്തൊരു ഇന്റർവ്യൂവിന് പോവാണെന്നുണ്ടെങ്കിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിച്ച് നമ്മൾ പറയണ്ടേ? അപ്പൊ ഏറ്റവും ബെറ്റർ ആയിട്ട് നോക്കി വെക്കും. യെസ്, അപ്പോ ഓക്കെ ആണ്, റെഡി ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്പൊ കാണാം. ഓക്കെ, അപ്പോ സൈൻ ഔട്ട് പറയും, നമുക്ക് അതിന്റെ പേര്. ഞാൻ പറയാം. ഞാനാണ് മാഡം. ടുഡേ സ്റ്റഡി അബൌട്ട് യൂണിറ്റ് 3 വെർബ് സിസ്റ്റം ഇൻ ഇംഗ്ലീഷ്. ഇനി മലയാളത്തിൽ പറയാം. വെർബിനെ കുറിച്ചാണ് മാഡം കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലും വെർബിനെ കുറിച്ചാണ് മാഡം ക്ലാസ് എടുത്തത്. അതിൽ മെയിൻ ആയിട്ട് ആക്ഷൻ വെർബ്, റെഗുലർ വെർബ്, ഇറഗുലർ വെർബ്, ട്രാൻസിറ്റീവ് വെർബ്, ഇൻട്രാൻസിറ്റീവ് വെർബ് എന്നതിനെ കുറിച്ചിട്ട് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. റെഗുലർ വെർബ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് പോകുന്നതിനെയാണ് റെഗുലർ വെർബ് എന്ന് പറയുന്നത്. സെയിം അല്ലാത്തതിനെ ഇറഗുലർ വെർബ് എന്ന് പറയുന്നു. ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ സെന്റൻസ് കംപ്ലീറ്റ് ആക്കുന്നതിനെ ട്രാൻസിറ്റീവ് വെർബ് എന്നും, ഒബ്ജക്റ്റിന്റെ ഹെൽപ്പ് ഇല്ലാതെ സെന്റൻസ് കംപ്ലീറ്റ് ആക്കുന്നതിനെ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്നും പറയുന്നു. അതിൽ റെഗുലർ വെർബിന്റെ കുറച്ച് എക്സാമ്പിൾസ്, കുറെ വേർഡ്സ് പരിചയപ്പെടുത്തി തന്നു. അത് നോട്ട്സ് ആയിട്ട് പറഞ്ഞു തന്നു. അത് എല്ലാവരും എഴുതി. അടുത്ത ക്ലാസ്സില് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വരിക. ഞാനും വരാം എന്ന് വിചാരിക്കുന്നുണ്ട്.
അപ്പൊ ഇന്ന് ക്ലാസ് എടുത്ത അശ്വതി മിസ്സിനും അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിനും താങ്ക് യു. ഇത്രേ ഉള്ളൂ മാഡം. Okay, so thank you all. See you on the next class. Mock test ഉണ്ടാവും കേട്ടോ, 2 ചാപ്റ്ററിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും നാളെ. Okay, thank you. Bye. താങ്ക് യു മാം. Thank you, ma'am.